ഹലോ, വെൽക്കം ടു ഫിംഗർ മാജിക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടി, റീസൈക്കിൾ പ്രോഡക്ട്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണ്. അത് നമുക്കൊരു ഐസ്ക്രീം ബോക്സ് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ടോ അല്ലെങ്കിൽ ചെടിച്ചട്ടി തന്നെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് ഞാൻ മണ്ണ് നിറച്ച് ചെടി വെച്ച് കൊടുക്കുന്നത്. ആദ്യം മീനിൻ്റെ ഒരു പടം വരച്ചെടുക്കുക, ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പടം വരച്ചെടുക്കുക. അതിനുശേഷം അത് ബ്ലൂ അക്രിലിക് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്, ബ്ലൂ അക്രിലിക് പെയിൻറ്റ്. അതിനുശേഷം അതിൻ്റെ ചെതുമ്പലിൻ്റെയൊക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സിൽവർ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റിൻ്റെയോ ബിസ്ക്കറ്റിൻ്റെയോ കോൺഫ്ലേക്സിൻ്റെയോ ഒക്കെ സിൽവർ പേപ്പർ നമ്മൾ ഒരു കട്ടിയുള്ള പേപ്പറിലോട്ട് ഒട്ടിച്ചിട്ട് സ്ക്വയേഴ്സായിട്ട് വെട്ടിയെടുക്കണം. ഞാനിവിടെ ഒരു 5 മില്ലിമീറ്റർ സ്ക്വയേഴ്സായിട്ടാണ് വെട്ടിയെടുത്തേക്കുന്നത്. വെട്ടിയെടുത്തിട്ട് നമ്മൾ മീനിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ചെതുമ്പലിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ വെട്ടിയെടുക്കാം കേട്ടോ. അത് കുറച്ചും കൂടെ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ സ്ക്വയേഴ്സായിട്ട് അങ്ങ് വെട്ടിയതാണ്. ഇതുപോലെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗോൾഡൻ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്, നല്ല ഇച്ചിരി കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. അത് ഇതുപോലെ ഈ ഷേപ്പിൽ ഒന്ന് വരച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് വെട്ടിയെടുക്കുന്നത് വാലിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് മീനിൻ്റെ വാലിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ബീറ്റ ഫിഷിൻ്റെയൊക്കെ വാല് പോലെ തോന്നിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ സ്ട്രോക്സ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഫിൻ പോലെ തോന്നും. അങ്ങനെ സ്ട്രോക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നാച്ചുറലായിട്ട് തോന്നും. പിന്നെ ഈ ചെടിയൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ മുമ്പിലൊക്കെ ആർട്ടിഫിഷ്യൽ അക്വേറിയം പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അക്വേറിയം പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ മുമ്പത്തത് ഫെയ്ഡ് ചെയ്ത് കളറൊക്കെ പോയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അക്രിലിക് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്നും കാണത്തില്ല. ഇത് അക്വേറിയം പ്ലാന്റ്സ് ആണ്. അത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട്. അക്രിലിക് പെയിൻ്റ് തന്നെയാണ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ മീനിനെ നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. ആ കാർഡ്ബോർഡിലോട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ചെടിച്ചട്ടിയിലോട്ട് മീനിനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടിയുള്ള കാർഡ്ബോർഡ് 5-6 ലെയർ ആയിട്ടെടുത്ത് കട്ടിയായിട്ടാണ് ഞാൻ, നല്ല ഹാർഡാണ്, വുഡ് പോലെ ഹാർഡായിട്ട് ഫെവിക്കോളൊക്കെ വെച്ച് 5-6 ലെയർ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. കണ്ടോ, അതിൻ്റെ അടുത്ത് ഇത്രയും കട്ടിയായിട്ടിരിക്കും, നല്ല ഹാർഡ്, നല്ല ബലമുണ്ട്. ഫെവിക്കോൾ വെച്ചാണ് ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഫെവിക്കോൾ SR ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഈ പെയിൻ്റ് അടിക്കാത്ത ഭാഗം പെയിൻ്റ് ഒടിച്ച് കൊടുക്കണം. കുറച്ച് പെബിൾസും കൂടെ വെച്ച് കൊടുക്കണം. പെബിൾസ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇത് കണ്ട ഒരു അക്വേറിയം ലുക്കാണ് കേട്ടോ. എന്നിട്ട് പ്ലാന്റ്സൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഭംഗിയായിട്ട്. അപ്പം ഞാൻ എന്താ പേബിൾസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. 7 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ഫെവിക്കോൾ SR 998 ഗം ഉപയോഗിച്ചാണ് എല്ലാം ഒട്ടി. നല്ല ഹാർഡായിട്ടിരിക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കുന്നത്, പെട്ടെന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റിൽ തീരാവുന്ന വർക്കേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. 2 പ്ലാന്റേഴ്സാണ്. കണ്ടില്ലേ, കാർഡ്ബോർഡ് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതും നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ, പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.